ഓണവില്ലിൻ തമ്പുരു വീട്ടും വീടാണീ വീട്, എന്നും എന്നും പൂക്കൾ വിടരും വീടാണീ വീട്. എന്താ പ്രശ്നം? ഓണം ഓണം വരും, പൂക്കളം ഇടും, നല്ല ഭക്ഷണം ഉണ്ടാക്കും, കഴിക്കും, അത്രേ ഉള്ളൂ. അത്രയും മതി, അത് പറയാനാ ഞാൻ വന്നേ. വല്ല പച്ചക്കറി കച്ചവടോ പൂക്കച്ചവടോ ഒക്കെ വല്ല പിടിച്ചോണ്ട് വന്നാണ്ട് എന്റെ സ്വഭാവം മാറൂട്ടോ. ഇല്ലെന്ന് നോട്ട് ചാൻസ്. ഇത്തവണ എനിക്ക് പണിയെടുക്കാൻ വയ്യ, ഞാൻ മൂലയ്ക്ക് വല്ലതും കാണും. സന്തോഷം. അത് വിടാം. ഓണക്കോടി. ഓണക്കോടിയോ? ഇത്രയും പ്രായമായില്ലേ, ഉള്ളതൊക്കെ കിട്ടാ മതി. നാണം ഉണ്ടോടോ അങ്ങനെ പറയാൻ? സ്വന്തം അനിയന്റെ അടുത്ത് മേടിച്ചെന്നൂടെ? ആലോചിക്കാം. അളിയ എവിടെ? അളിയെന്നെ തന്നെ നോക്കി വെക്കണേ. ആ നല്ല കേരക്കറി കൂട്ടി ചോറുണ്ട റെഡി ആയി കുക്കീഷ്. കേരയാണോ? എന്താ എളിയാ പോയപ്പോ നമ്മളെ വിളിക്കാഞ്ഞ്? ഞാൻ വിളിച്ചാണല്ല, പുറകെ പോലെ കടന്നതല്ലേ, അഭിനയിച്ചല്ലേ നീ? ഞാനോ? അങ്ങനൊന്നും പറയല്ലേ, ഞാൻ അങ്ങനൊക്കെ ചെയ്യൂ. നീ അങ്ങനെ ചെയ്യൂ. നല്ല പെട്ടക്കണ, നല്ല പെട്ടക്കണ അയല അങ്ങ് പേടിച്ചു. അയല അയല കണ്ടപ്പോഴേ എനിക്ക് അമ്മ ഓർമ്മ വന്നു, അതുകൊണ്ട് അയല അങ്ങ്. അയല കണ്ടപ്പോ സീതാമ്മ ഓർമ്മ വന്ന? എങ്ങനെയാ? പക്ഷെ ഞാൻ കേര മേടിക്കാനല്ല പറഞ്ഞു വിട്ടെ. ലെച്ചുസേ, നമ്മളെ കേര എന്നും കഴിക്കുന്നതല്ലേ, ഇന്നൊരു ചേഞ്ച് ആവാന്ന് ഓർത്തു. സോ അയല. ഞാൻ ഇവിടെ അയല തന്നെയായിരുന്നില്ലേ സീതാമ്മക്ക് ഇഷ്ടം പറഞ്ഞ് മേടിച്ചോണ്ട് വന്നത്? അല്ലെങ്കിൽ എന്റെ ഇഷ്ടത്തിന് ഒരു കാര്യം ഇവിടെ നടക്കും. എന്താണ് നിന്റെ ഇഷ്ടം എന്നൊക്കെ പറയുന്നു? അല്ല, ഇപ്രാവശ്യത്തെ ഓണത്തിനെ എന്റെ ഇഷ്ടത്തിന് എനിക്ക് ഇഷ്ടമുള്ള ഓണക്കോടി ഞാൻ എടുക്കുമെന്ന് ഇങ്ങനെ പറയുമായിരുന്നു. ഇപ്രാവശ്യത്തെ ഓണത്തിന് മക്കൾക്ക് ഞാൻ ഓണക്കോടി വാങ്ങിച്ചു തരും. അല്ല, എന്തായാലും വാഴ നനയാണല്ലോ, അപ്പൊ പിന്നെ സൈഡിലെ ഒരു ചീരയും കൂടെ. എടാ, നിനക്കും ഓണക്കോടി വാങ്ങിച്ചു തരൂടാ, അതിനെന്താ ഇപ്പൊ ഡൗട്ട്? അത് മതി, അതിന്റെ ആവശ്യമൊന്നുമില്ല. ബോഡി എടുത്ത് എന്താ മക്കളെ, പോയിട്ട് കിട്ടിയോ മീൻ? അമ്മ, പെട്ടക്കണ അയല കണ്ടപ്പോഴേ എനിക്ക് അമ്മ ഓർമ്മ വന്നു, അതുകൊണ്ട് ഞാൻ അയല മേടിച്ചു. നടക്കണില്ലല്ലോ. എന്തായാലും മീൻ കൊള്ളാം, നല്ല മീൻ കേട്ടോ. സീതാമ്മക്ക് അയലയാണല്ലേ ഇഷ്ടം? ലച്ചു ചേച്ചിക്ക് കേരയായിരുന്നു ഇഷ്ടം. കേരയോ? പൊന്നോ, കേരക്കൊക്കെ എന്തൊരു വിലയാടാ. അതൊക്കെ വാങ്ങിക്കാൻ പറ്റുമോ? ഭയങ്കര വിലയാണോ? മോളൊരു കാര്യം ചെയ്യ്, അതോട്ടുണ്ട് വെക്കേ. വെക്കാം, ഞാൻ വന്നിട്ട് കറി വെക്കാം കേട്ടാ. എന്റെ പൊന്നാ നീ. മക്കളെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. മോളൊരു കാര്യം ചെയ്യ്, അതോണ്ട് വെച്ചോ. ശരി മക്കളെ, ശരി. അമ്മയ്ക്ക് എന്താ കാര്യം പറയാണ്ടോന്ന്? അയല പൊരിച്ചതുണ്ട്, അയല വറുത്തതുണ്ട്, കോട്ടംപുള്ളി ഇട്ട് വെച്ചാ നല്ല അയലക്കറി. ഭിത്തിക്ക് ഞാൻ കേട്ടല്ലോ. അളിയനെ സീതാമ്മ എന്ന് പറഞ്ഞ ഭയങ്കര ഇഷ്ടമാണല്ലേ, അതുകൊണ്ടാണ് സീതാമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അയല മേടിച്ചോണ്ട് വന്നത്. കേരക്കൊക്കെ എന്താ വില? എന്റെ ഇഷ്ടത്തിന് മാത്രം യാതൊരു പരിചയമില്ല. അല്ലെങ്കിലും നമ്മൾ പറഞ്ഞ ആരും കേൾക്കാൻ. നീ എന്തോ കിടന്ന് പറയുന്നേ? ഒന്നുമില്ല. லெச்சு, நீ ஏதோ சொன்ன, ஆனா எங்களுக்கு ஒண்ணுமே புரியல. അത് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും. സിദ്ധു വന്നോ? ഇത് വന്നോണ്ടല്ലേ ഈ സാധനം ഇവിടെ ഇരിക്കുന്നേ. லெச்சு, ஏதாவது பிரச்சனை இருக்காப்பா? ഒന്നുമില്ല. സിദ്ധു അയിലയാ മേടിച്ചിട്ടുണ്ടോന്നല്ലേ? സീതയ്ക്ക് ഭയങ്കര ഇഷ്ടായില്ല. കൊടംപുളി ഇട്ട് വറ്റിച്ച് കൊടുക്ക്. சீதாமா சொல்லிருக்காங்க, இந்த கொடம்புளி போட்டு வைக்கிற மீன்கறி ரொம்ப பிடிக்கும்னு. അമ്മൂമ്മ, അയല കിട്ടിയായിരുന്നോ? അതാണ്ട് കിട്ടിക്കൊണ്ടുവന്നു. നല്ല സൂപ്പറായിട്ട് അയലക്കറി അങ്ങോട്ട് വെക്കണം കേട്ടാ. എന്നിട്ട് അയലക്കറി ചോറും കൊണ്ട് ഒരു പിടി പിടിച്ചാണ്ടല്ലോ പൊളിക്കും. പിന്നെ കൊടമ്പുളി ഇട്ട് വെക്കണേ. സീതാമ്മയ്ക്ക് അതാ ഇഷ്ടം. സീത പറഞ്ഞിട്ടുണ്ട്. അയലക്കറിയും ചോറും കഴിച്ചിട്ട് എത്ര നാളായല്ലേ? என்னடா இது எவ்வளவு நாளுன்னு எல்லாம் கேக்குற? முன்னா நேத்து தானே நீ சாப்பிட்ட. അത് 2 ദിവസം മുമ്പല്ലേ, അത് വിട്. എത്ര കഴിച്ചാലും മടുക്കാത്ത ഒരു മീനാണ് അയല, അല്ലേ ചേച്ചി? സീതാമ്മയ്ക്ക് അയല ഭയങ്കര ഇഷ്ടമാണ് അല്ലേ അമ്മ? ഇഷ്ടമാണെന്ന് പല തവണ പറഞ്ഞിട്ടുണ്ട്. ഓ, എന്തല്ലേ ചേച്ചി, സീതാമ്മയ്ക്ക് വേറെ മീനൊന്നും ഇഷ്ടമല്ലേ, പ്രത്യേകിച്ച് ഈ കേരയൊക്കെ?
അത് നീ നിന്നെ സീതാമ്മയോട് തന്നെ പോയി ചോദിച്ചു. അല്ല ഞാൻ അങ്ങനെ ചോദിക്കുന്നേ, ചേച്ചിയുടെ സീതാമ്മയല്ലയോ? ചേച്ചിയുടെ അമ്മായിമ്മയുടെ കാര്യം ചേച്ചിക്കല്ലാതെ എനിക്ക് എങ്ങനെ അറിയാനാ? ചേച്ചി പറ. അളിയുടെ സീതാമ്മ എന്ന് പറഞ്ഞ വേറെ കാര്യമാണല്ലേ? അത് പിന്നെ മോനല്ലേ, അമ്മയാകുമ്പോഴത്തേക്കും കാര്യം ഉണ്ടാവൂലേ? ആ, അളിയന് സീതാമ്മയാണ് കാര്യം, സീതാമ്മയ്ക്ക് അയലയാണ് കാര്യം, ചേച്ചിക്ക് കേരയാണ് കാര്യം. അളിയന് കേര കാര്യമില്ല, അളിയന്റെ ചേച്ചിയും കാര്യമല്ല. കാലമണ്ടടിച്ചു കുടിക്കുന്നു. പോട്ടെ 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 പോട്ടെ. എടാ എന്തോ കാര്യം പറ. ഒന്നുമില്ല, അയല കയറി വൈ. കനകം. അതെ, മീൻകറി ഞാൻ വെക്കാം. வேண்டாங்க நானே வைக்கிறேனே. ഞാൻ നല്ല സ്പെഷ്യൽ ആയിട്ട് നല്ല വറ്റിച്ച മുളക് കറി വെക്കുന്നേ. എന്നാ പിന്നെ സീതാമ്മ വെച്ചാ മതി അയലക്കറി. ഞാൻ വെച്ച പൊളിക്കും. പൊളിഞ്ഞു നിക്കുവാ, പൊളിക്കും. കല്ലു എവിടെയാടാ? കല്ലു അപ്പുറത്തുണ്ട് മോളെ. ആണല്ലേ, ഞാൻ നോക്കിട്ട് വരാവേ. അയലക്കറി കഴിക്കാൻ പറഞ്ഞേ. ലക്ഷ്മൺ എന്താ പറ്റി?